നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തെ തുടർന്ന് CPM-ൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാകുകയാണ്. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് പാർട്ടിയെ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തിക്കുന്നത്. കേരളത്തിലെ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടാൻ പഠിക്കുന്ന പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ തോൽവിയെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തുന്നതും പേര് പറയാതെ വിമർശനം ഉതിർക്കുന്നതുമാണ് ശ്രദ്ധേയമാകുന്നത്. പാർട്ടിയുടെ താഴെത്തട്ടിലെ വികാരത്തിന് ദേശീയ നേതൃത്വം വരെ ചെവി കൊടുക്കാനും തുടങ്ങിയിരിക്കുന്നു. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ബേബി നടത്തിയ പ്രതികരണമാണ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സ്വയം ഔചിത്യം പാലിക്കണമായിരുന്നുവെന്ന് MV ഗോവിന്ദന്റെ പേരെടുത്തു പറയാതെയാണ് ബേബി പറഞ്ഞത്. ഒരാൾ സ്വന്തം അർഹത കൊണ്ട് സ്ഥാനാർത്ഥിയാകുമ്പോൾ അവരുടെ ബന്ധുത്വം പറഞ്ഞ് ബൂർഷ്വാ മാധ്യമങ്ങൾ കടന്നാക്രമിക്കാറുണ്ട്. അത്തരം പ്രചാരണങ്ങളുടെ പിന്നാലെ പാർട്ടി പോകേണ്ടതില്ല. എന്നാൽ ഒരു നേതാവുമായി ബന്ധപ്പെട്ട ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നത് പാർട്ടിയെ മൊത്തത്തിൽ കടന്നാക്രമിക്കാൻ മാധ്യമങ്ങൾക്ക് അവസരം നൽകുമെന്ന് തോന്നുകയാണെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ഔചിത്യം ബന്ധപ്പെട്ട നേതാവ് തന്നെ കാണിക്കണം. അത്തരമൊരു സാഹചര്യത്തിൽ താനുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് പകരം മറ്റൊരാൾ മതിയെന്ന് തീരുമാനിക്കാൻ നേതാവ് തന്നെ മുൻകൈ എടുക്കുന്നതാണ് ശരിയായ രീതിയെന്നാണ് ബേബി വിശദീകരിച്ചത്. ഇത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നേർക്കുള്ള കടുത്ത വിമർശനമായിരുന്നു. CPM കോട്ടയായ തളിപ്പറമ്പിൽ ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള സ്ഥാനാർത്ഥിയായെങ്കിലും വിമത സ്ഥാനാർത്ഥിയായ PK ഗോവിന്ദനാണ് ഈ നിയമസഭാ സീറ്റിൽ വിജയിച്ചത്. CPM-നുള്ള കടുത്ത ആഘാതമായിരുന്നു ഈ വിധി. കണ്ണൂർ എന്ന CPM കോട്ടയിൽ പാർട്ടി വിമതരായി മത്സരിച്ച 2 സ്ഥാനാർത്ഥികളും വിജയിച്ച അന്തരീക്ഷത്തിലാണ് ബേബിയുടെ ഈ കുറ്റപ്പെടുത്തൽ. തന്നെയും പിണറായിയെയും മാറ്റാൻ ആര് വിചാരിച്ചാലും കഴിയില്ലെന്ന് CPM യോഗത്തിൽ MV ഗോവിന്ദൻ തന്നെ തുറന്നു പറഞ്ഞതായുള്ള വാർത്തകൾ പുറത്തു വന്ന സമയത്തു തന്നെയാണ് ബേബിയുടെ വിമർശനവും വന്നത്. പാർട്ടി സെക്രട്ടറിയായി ഗോവിന്ദൻ തുടരുമോ അല്ലെങ്കിൽ തുടരണമോ എന്ന സംശയങ്ങളും ചോദ്യങ്ങളും CPM-ന് അകത്തു തന്നെ സജീവവുമാണ്. കഴിഞ്ഞ ദിവസമാണ് LDF അല്ലാതെ മറ്റാളുണ്ട് എന്ന മുദ്രാവാക്യം ശരിയായില്ല, വിപരീത ഫലമുണ്ടാക്കിയെന്ന് മുൻ മന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ P രാജീവ് തുറന്നടിച്ചത്. മലപ്പുറത്ത് നടന്ന EMS-ന്റെ ലോകം ദേശീയ സെമിനാറിന്റെ സമാപന സമ്മേളനത്തിലാണ് ബേബിയും രാജീവും ഒക്കെ ഈ രീതിയിൽ പ്രതികരിച്ചത്. എല്ലാം മാറ്റത്തിന് വിധേയമാണെന്ന് പറഞ്ഞിട്ട് താൻ മാറില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് ബേബി പറഞ്ഞതും സഖാക്കൾക്കിടയിൽ ചർച്ചയാണ്. CPM പാർട്ടി വേദിയിൽ തെരഞ്ഞെടുപ്പ് തോൽവി വലിയ ചർച്ചയായി മാറുകയാണ്. നേതൃതലത്തിൽ മാറ്റമുണ്ടാകുമോ എന്ന കാര്യം വഴിയെ അറിയാൻ കഴിയും.